ഏറ്റവും കൂടുതൽ ചർച്ചയായ വിഷയമായിരുന്നു നടൻ നിവിൻ പോളിക്കെതിരെ ഉയർന്നു വന്ന ലൈംഗികാരോപണം. നിവിൻ പോളിയും സംഘവും തന്നെ ദുബായിൽ ഒരു ഫ്ളാറ്റിൽ വെച്ച് കെട്ടിയിട്ട് മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചുവെന്ന ആരോപണമായിരുന്നു യുവതി താരത്തിനെതിരെ ഉയർത്തിയത്. സംഭവം വലിയ രീതിയിൽ ചർച്ചയായി മാറിയതോടെ നിവിൻ പോളി തന്റെ ഭാഗം വ്യക്തമാക്കുന്ന ഒരു കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ഇതിന് പിന്നാലെ മാധ്യമങ്ങളെ കാണാനും നിവിൻ പോളി എത്തി. തനിക്കെതിരെ ഉയർന്നത് വ്യാജ ആരോപണമെന്നായിരുന്നു താരത്തിന്റെ വാദം. കൂടാതെ തനിക്കെതിരെ പരാതി നൽകിയ യുവതിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് നൽകുമെന്നും ഈ കേസിന് പുറകെ തന്നെ താൻ ഉണ്ടാകുമെന്നും നിവിൻ പോളി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോഴിതാ സംഭവത്തിൽ നിവിൻ പോളിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ. നിവിൻ പോളിയുടെ അടുത്ത സുഹൃത്താണ് വിനീത് ശ്രീനിവാസൻ. താരം ഇപ്പോൾ നിവിൻ പോളിയെ അനുകൂലിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. പീഡനം നടന്നുവെന്ന് പറയുന്ന ദിവസം നിവിൻ പോളി തന്റെ കൂടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായിരുന്നുവെന്നാണ് വിനീത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉയർന്ന ആരോപണം വ്യാജമാണെന്നും താരം പറയുന്നു. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിലായിരുന്നു നിവിൻ പോളി അന്നേ ദിവസം ഉണ്ടായിരുന്നത്. 2023 ഡിസംബർ 14-നാണ് യുവതി തന്നെ നിവിൻ പോളിയും സംഘവും പീഡിപ്പിച്ചെന്ന് ആരോപിച്ചിരിക്കുന്നത്. അന്നേ ദിവസവും അതിന്റെ പിറ്റേ ദിവസവും നിവിൻ പോളി തന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് വിനീത് ശ്രീനിവാസൻ പറയുന്നുണ്ട്. വിനീത് ശ്രീനിവാസന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എറണാകുളം ന്യൂക്ലിയസ് മാളിലായിരുന്നു ഷൂട്ടിംഗ്. വലിയ ആൾക്കൂട്ടത്തിനിടയിലായിരുന്നു ഷൂട്ടിംഗ് നടന്നത്. ഉച്ചയ്ക്ക് ശേഷം ക്രൗൺ പ്ലാസയിലും ഉണ്ടായിരുന്നു. ക്രൗൺ പ്ലാസയിൽ പുലർച്ചെ വരെ ഷൂട്ടിംഗ് നീണ്ടുനിന്നു. ശേഷം ഫാർമ വെബ് സീരീസിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. നിവിൻ പോളി നേരെ പോയത് അതിൽ അഭിനയിക്കാനാണ്. ഷൂട്ടിംഗ് കേരളത്തിലായിരുന്നുവെന്നും വിനീത് ശ്രീനിവാസൻ പറയുന്നു. ക്രൗൺ പ്ലാസയിൽ ചോദിച്ചാൽ നിവിന്റെ CCTV ഫൂട്ടേജ് കിട്ടും. 300-ലധികം ജൂനിയർ ആർട്ടിസ്റ്റുകൾ അന്ന് നിവിനൊപ്പം ഉണ്ടായിരുന്നു. അവരൊക്കെ സാക്ഷികളാണ്. അന്ന് നിവിനൊപ്പം ഷൂട്ടിംഗിൽ നടിയും ആങ്കറുമായ പാർവതിയും ഉണ്ടായിരുന്നു. ആരോട് ചോദിച്ചാലും നിവിൻ അവിടെ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാവും. അത്തരത്തിൽ നിരവധി തെളിവുകൾ ഉണ്ടെന്നും വിനീത് ശ്രീനിവാസൻ പറയുന്നു. അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നാണ് നിവിനെതിരെ യുവതി നൽകിയ പരാതി. എറണാകുളം ഊന്നുകൽ പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം നിവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. നിവിൻ പോളിക്കൊപ്പം 6 പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസിൽ 6-ാം പ്രതിയാണ് നിവിൻ പോളി. ഊന്നുകൽ സ്വദേശിനിയാണ് പരാതിക്കാരി. നിലവിൽ ഊന്നുകൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. കഴിഞ്ഞ ദിവസം പോലീസ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ വർഷം നവംബർ 1 മുതൽ ഡിസംബർ 15 വരെയുള്ള കാലയളവിലാണ് പീഡനം നടന്നതെന്നാണ് യുവതി പരാതിയിൽ പറയുന്നത്. സിനിമയിലും യൂറോപ്പിലും ജോലി വാഗ്ദാനം ചെയ്യുകയും തുടർന്ന് ദുബായിൽ കൊണ്ടുപോയി ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് യുവതി പരാതിയിൽ വ്യക്തമാക്കുന്നത്. യുവതിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ നിവിൻ പോളിക്കെതിരായ പീഡന പരാതിയിൽ തന്റെ കൈവശം തെളിവുകൾ ഒന്നുമില്ലെന്നും പരാതിക്കാരി പറഞ്ഞു. അതേസമയം പരാതിയിൽ അടിസ്ഥാനമില്ലെന്ന് നിവിൻ പോളി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് നിവിൻ പോളിയെ അനുകൂലിച്ചുകൊണ്ട് സംവിധായകനും നടനുമായ വിനീത് ശ്രീനിവാസനും രംഗത്തെത്തിയിരിക്കുന്നത്.